ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ല എങ്കിൽ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ആദാമിന്റെ പുത്രന്മാരായ കയീനും ഹാബേലും ദൈവസന്നിധിയിൽ ഒരിക്കൽ വഴിപാട് അർപ്പിക്കുകയാണ്. ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, എന്നാൽ കയീനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. അതുകൊണ്ട് കയീന് ഏറ്റവും അധികം കോപമുണ്ടാകുകയാണ്. കയീന്റെ മുഖം വാടിയിരിക്കുകയാണ്. ഇത് കയീൻ പാപം ചെയ്യും എന്ന് ദൈവം കണ്ടപ്പോൾ കയീന് ദൈവം ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുകയാണ്, പാപത്തിന്റെ ആഗ്രഹം നിങ്കലേക്കിരിക്കുകയാണ്, നീ അതിനെ കീഴ്പ്പെടുത്തണം. പാപം എപ്പോഴും ഒരു മനുഷ്യന്റെ വാതിൽക്കൽ കിടക്കുകയാണ്. എന്താണ് വാതിൽ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ വാതിൽ എന്ന് പറയുന്നത് അവന്റെ ഹൃദയമാണ്. ഹൃദയമാകുന്ന വാതിലിന്റെ മുമ്പിൽ പാപം നിൽക്കുകയാണ്. ഒരു പാത്രത്തിൽ ഇരിക്കുന്ന ഭക്ഷണത്തെ എടുക്കുവാനായിട്ട് ഉദ്ദേശിച്ച് നിൽക്കുന്ന ഒരു പൂച്ചയെ ആ ഒരു സമത്തിലാണ്, ആ ഒരു കണക്കിലാണ് പാപം ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ മുൻപിൽ നിൽക്കുന്നത്. എങ്ങനെ, ഏതൊക്കെ രൂപത്തിലാണ് പാപം ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്? ഒന്ന്, കോപം. കോപം ഒരു മനുഷ്യനെ എപ്പോഴും പാപത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത്. 2, അസൂയ. അസൂയ ഒരു മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നു. 3, അഹങ്കാരം. അഹങ്കാരം ഒരു മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നു. 4, കാമവികാരമായുള്ള ചിന്ത ഒരു മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നു. ഈ രൂപത്തിൽ പാപം ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ മുൻപിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ള ഒരു ചിന്തയോടുകൂടെ നിൽക്കുകയാണ് പാപം. എന്നാൽ ദൈവം നമ്മോട് പറയുന്നത് എന്താണ്? ഈ പാപത്തെ നാം കീഴ്പ്പെടുത്തണം. എങ്ങനെ ഒരു മനുഷ്യൻ പാപത്തെ കീഴ്പ്പെടുത്തും? ഒന്ന്, ദിനംദിനമായുള്ള അവന്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ പാപത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കും. ദിനംപ്രതി ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെ അവന് പാപത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കും. അവന്റെ വിശ്വാസമായുള്ള ജീവിതം, അവന്റെ വിശ്വാസ ജീവിതത്തിലൂടെ തീർച്ചയായിട്ടും അവന്റെ പാപത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടെ ഒരു മനുഷ്യന് പാപത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാപത്തെ നമുക്ക് കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോടൊന്ന് പറയുന്ന ഒരു കാര്യം, കയീൻ തന്റെ പാപത്തെ കീഴ്പ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു പോയി. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പാപത്തെ കീഴ്പ്പെടുത്തുന്നതിൽ നാം പരാജയപ്പെടുവാൻ പാടില്ല. നാം ദൈവ പൈതലായിരിക്കുമ്പോൾ, നാം ദൈവമക്കളായിരിക്കുമ്പോൾ ഒരു ആത്മീയ യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. ഈ യുദ്ധകളത്തിൽ ഒരിക്കലും നാം പരാജയപ്പെട്ടു പോകുവാൻ പാടില്ല. എപ്പോഴും നാം യുദ്ധകളത്തിൽ വിജയിക്കുക തന്നെ ചെയ്യണം. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ല എങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ നിൽക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം.